മുത്തശ്ശ, ഇന്ന് എന്റെ വക ചെലവാ. ഇത്രയും കാലം നിന്നെ കൊണ്ട് ബാക്കിയുള്ളവർക്കായിരുന്നു ചെലവ്. മുത്തശ്ശ, ഇന്നൊരു അത്ഭുതം സംഭവിച്ചു. അതിന്റെ ചെലവാ. ദാ ലഡ്ഡു. എന്താ അത്ഭുതമാ? നീ ഇന്ന് പരീക്ഷയ്ക്ക് അറിയാതെങ്ങാനും പാസ്സായോ? അതൊന്നല്ല. അതൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ട കാര്യല്ലേ. ഇന്ന് എനിക്ക് ഫാൻസി ഡ്രസ്സിന് 1ാം സ്ഥാനം കിട്ടി. ഇത് അതിന്റെ ചെലവാ. ഫ്രാൻസിസിന് 1ാം സ്ഥാനം കിട്ടിയതിന് നീ എന്തിനാ ചെലവ് ചെയ്യുന്നത്? അയ്യോ മുത്തശ്ശ, ഫ്രാൻസിസിനല്ല, ഫാൻസി ഡ്രസ്സിന് 1ാം സ്ഥാനം കിട്ടിയെന്നാ പറഞ്ഞത്. ആണോ? എന്തായിരുന്നു നിന്റെ വേഷം? കുട്ടിച്ചാത്തൻ. മോന്റെ സ്വഭാവമല്ല, വേഷമാ മുത്തച്ഛൻ ചോദിച്ചത്. മുത്തശ്ശ ആക്കല്ലേ. മുത്തശ്ശൻ എന്നെ ഒന്ന് കാണേണ്ടതായിരുന്നു ആ വേഷത്തിൽ. സത്യം പറഞ്ഞ കണ്ണാടി നോക്കിയപ്പോ എനിക്ക് തന്നെ എന്നെ മനസ്സിലായില്ല. വേറെ എന്തെല്ലാം ഐറ്റങ്ങൾ ഉണ്ടായിരുന്നു? പിന്നെ ലോങ് ജമ്പ് ആയിരുന്നു. അതിൽ നമ്മുടെ ഡുണ്ടുമോൾക്ക് സ്വർണം കഷ്ടമായി പോയി. അതിന് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും യാതൊരു ശ്രദ്ധയും ഇല്ല. ചാടാൻ പോകുമ്പോഴെങ്കിലും ഈ സ്വർണ്ണമൊക്കെ ഒന്ന് ഊരി മാറ്റി വെച്ചുകൂടെ? ഈ മുത്തശ്ശന്റെ ഒരു കാര്യം. മുത്തശ്ശ, ലോങ് ജമ്പിൽ ഡുണ്ടുമോൾക്ക് സ്വർണ്ണ മെഡൽ നഷ്ടമായെന്നാ പറഞ്ഞത്. സ്വർണ്ണ മെഡലായാലും സ്വർണ്ണമാലയായാലും നഷ്ടമായത് നഷ്ടമായില്ലേ? ഇതെന്റെ മുത്തശ്ശൻ തന്നെ. രണ്ടുപേരും കൂടി ലഡു തിന്നിട്ട് ഇവിടെ മൊത്തം ഉറുമ്പായി. ഇനി ഇത് ഞാൻ തന്നെ വൃത്തിയാക്കണം. നീ വെറുതെ ദേഷ്യപ്പെടണ്ട. ആ ഉറുമ്പിനെ പോക്കുന്ന പൊടിയില്ലേ, അത് ഇട്ടാ മതി. ദാ ടിൻഡു, നീ പോയി ആ ഉറുമ്പിന്റെ പൗഡർ വാങ്ങിച്ചോണ്ട് വാ. ഉറുമ്പിന് ആ പൗഡർ ഇട്ട് കൊടുത്താ മതി. എന്റെ മുത്തശ്ശ, അതൊക്കെ പിന്നെ ഒരു ബാധ്യതയാകും. ഇന്ന് ഈ ഉറുമ്പിന് പൗഡർ ഇട്ട് കൊടുത്താ നാളെ ഇവറ്റകൾക്ക് ലിപ്സ്റ്റിക് വേണമെന്ന് പറയും. ഞാൻ ഇന്നേ വരെ എന്റെ ഡുണ്ടുമോൾക്ക് വരെ പൗഡർ ഇട്ട് കൊടുത്തിട്ടില്ല. ഞാനാ ഇപ്പൊ ഉറുമ്പിന്. എന്താ ടിൻഡു ഇത്ര വലിയ ആലോചന? അല്ല മുത്തച്ഛ, ഞാൻ നമ്മുടെ ഇന്ത്യയെ കുറിച്ച് ഓർത്തങ്ങടെ ഇരുന്ന് പോയതാ. ഇന്ത്യക്കിപ്പൊ എന്തു പറ്റി? ഗാന്ധിജി പോയി, നെഹ്റുജി പോയി, സുഭാഷ് ചന്ദ്രബോസും പോയി. എനിക്കാണെങ്കി സുഖമില്ല. ഇനി ഇന്ത്യയുടെ ഗതി എന്താകുമോ എന്തോ. ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ല. എടാ ടിൻഡു, നിനക്ക് സുഖമില്ലാത്ത കാര്യം ട്യൂഷൻ മാഷ് അറിഞ്ഞു എന്നാ തോന്നുന്നേ. മാഷിതേ ഇങ്ങോട്ട് വരുന്നുണ്ട്. എവിടെയും പോയി ഒളിച്ചോ. അയ്യോ, ചതിച്ചു. മുത്തച്ഛൻ മരിച്ചെന്ന് പറഞ്ഞിട്ടാ ഞാൻ ഒരാഴ്ച ലീവ് എടുത്തത്. മുത്തച്ഛൻ എവിടെങ്കിലും ഒന്ന് പോയി ഒളിക്കേ. ടിൻഡുമോനില്ലേ? ഇല്ല, അവന് നല്ല സുഖമില്ല. ആശുപത്രി വരെ ഒന്ന് പോയതാ. നിങ്ങൾ ടിൻഡുമോന്റെ? ഞാൻ അവന്റെ ഗ്രാൻഡ് ഫാദറാ. കഴിഞ്ഞ ആഴ്ചയല്ലേ അവൻ ഗ്രാൻഡ് ഫാദർ മരിച്ചു എന്ന് പറഞ്ഞ് ലീവ് എടുത്തത്? അയ്യോ മാഷേ, ആ മരിച്ച ഗ്രാൻഡ് ഫാദർ ഞാനല്ല. മരിച്ചത് അവന്റെ അമ്മയുടെ അച്ഛനാ. ഞാൻ അവന്റെ അച്ഛൻ്റെ അച്ഛനാ. എന്നാ ശരി, അവൻ വന്നാ പറഞ്ഞേക്ക് അവന്റെ മരിക്കാത്ത ട്യൂഷൻ മാഷ് വന്നിട്ടുണ്ടെന്ന്. എന്തായി മുത്തച്ഛ, എന്തായി പോയോ? മരിക്കാത്ത ട്യൂഷൻ മാഷ് പോയി എന്ന് പറയാൻ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ് ടെസ്റ്റിൽ ട്യൂഷൻ മാഷ് മരിച്ചെന്ന് പറഞ്ഞാ ഞാൻ മുങ്ങിയത്. എന്നിട്ടെന്താ? സ്കൂളിൽ എല്ലാരും കൂടി റീത്തുമായി ട്യൂഷൻ മാഷിന്റെ വീട്ടിലേക്ക് പോയി. പിന്നെ കണ്ണീരിന്റെ പൂരമായിരുന്നു എന്റെ മുത്തച്ഛ. അല്ല, മാഷ് ശരിക്കും മരിച്ചിരുന്നോ? സത്യം മനസ്സിലായപ്പോ എല്ലാരും കൂടെ ശരിക്കും എനിക്കിട്ട് തന്നു. അങ്ങനെ ഞാൻ അവിടെ കരഞ്ഞ് കണ്ണീരിന്റെ പൂരമാക്കി. അതൊക്കെ പോട്ടെ, മുത്തച്ഛൻ എന്തു പറഞ്ഞാ അവരെ തിരിച്ചയച്ചത്? ഈ മുത്തച്ഛൻ ആരാ മോൻ? മുത്തച്ഛൻ പറഞ്ഞു മരിച്ച് നിന്റെ അമ്മയുടെ അച്ഛനാണ്, ഞാൻ നിന്റെ അച്ഛൻ്റെ അച്ഛനാണെന്ന് പറഞ്ഞു. എന്നോടാ കളി. അയ്യോ, ചതിച്ചു. ഇനി ഞാൻ നാളെ എങ്ങനെ സിനിമയ്ക്ക് പോകും? സിനിമയോ? ഞാൻ അച്ഛന്റെ അച്ഛൻ മരിച്ചെന്ന് പറഞ്ഞു നാളെ സിനിമയ്ക്ക് പോകാനാ വിചാരിച്ചത്. എല്ലാം കളഞ്ഞില്ലേ. എനിക്ക് മടുത്തു. ചോറും കറിയും വെച്ചുള്ള കളി എന്നും ഒരേ കളി തന്നെ. എന്നാ ഇനി മുതല് ബിരിയാണിയും കോഴി പൊരിച്ചതും വെച്ച് കളിക്കാം. ഞാൻ ആരാ? നീ ഒരു മനുഷ്യൻ.
അല്ല, ഞാൻ ചേട്ടന്റെ അനിയത്തിയാ. ശരി, സമ്മതിച്ചു. മനുഷ്യനല്ല, അനിയത്തി. എങ്കിലെന്നെ സൈക്കിളിനെ കയറ്റി മുറ്റത്തൂടെ ഓടിക്കുവോ? മനുഷ്യനിവിടെ വയ്യാതിരിക്കുമ്പോഴാ അവളുടെ ഒരു സൈക്കിളോട്ടം. ചേട്ടാ, ദാ ആ കാണുന്ന പശുവിനെന്താ കൊമ്പില്ലാത്ത? ആ പടത്തിൽ കാണുന്ന പശുവിന്റെ കാര്യമാണോ? ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കണം. ചില പശുക്കൾക്ക് കൊമ്പ് കാണില്ല, ചിലതിന് വളരെ ചെറുതായിരിക്കും. എന്നാൽ ചില പശുക്കളുടെ കൊമ്പ് മുറിഞ്ഞു പോകും. ആ പശുവിന് കൊമ്പില്ലാത്തത് എന്താ? അത് പറ. ആ പശുവിന് കൊമ്പില്ലാത്തത് അതൊരു കുതിര ആയതുകൊണ്ടാ. പശുവിനെയും കുതിരേനെയും തിരിച്ചറിയാത്ത കഴുത. ടിന്റുമോനാ കഴുത. എടി, എന്താടി നീ എന്നെ വിളിച്ചത്? ഒന്നുകൂടി വിളിക്കടി. ടിന്റുമോൻ കഴുത, ടിന്റുമോൻ കഴുത. അങ്ങനെയാണല്ലേ? എങ്കിൽ ഞാൻ നിന്നെ കടയിൽ കൊണ്ടുപോകൂല. ഇനി ഞാൻ ചേട്ടന് കഴുതാന്ന് വിളിക്കൂല. പ്ലീസ്, നല്ല ടിന്റുമോനല്ലേ? എന്നെ കൂടെ കടയിൽ കൊണ്ടുപോണേ. വേണമെങ്കിൽ എന്നെ കഴുതാന്ന് വിളിച്ചോ. എനിക്കറിയാം, അമ്മയോട് ചീത്ത കേക്കും. ഏയ്, അതല്ല. അച്ഛനോട് തല്ല് കിട്ടും. പിന്നെ തല്ലാനിങ് വരട്ടെ. അതൊന്നും അല്ലടി പെണ്ണെ പ്രശ്നം. പിന്നെ എന്താ എന്നെ കഴുതാന്ന് വിളിച്ച പ്രശ്നം? നിന്നെ കഴുതാന്ന് വിളിച്ചാലേ കഴുതകള് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. അതുകൊണ്ടാ. അമ്മ, ഈ ചേട്ടൻ എന്നെ കണിയാക്കുന്നു. ഷോ, ഇവളിന്ന് എനിക്ക് തല്ല് വാങ്ങിത്തരും. ചിഞ്ചുമോളെ, ചേട്ടൻ വെറുതെ പറഞ്ഞതാ. എടി, പൂച്ചയ്ക്കും പട്ടിക്കും മാത്രമേ സംഘടനയുള്ളൂ, കഴുതകൾക്കില്ല. എന്നെ വിശ്വസിക്കൂ. ദേ, ഞാൻ നിന്നെ കടയിൽ കൊണ്ടുപോകാം. ഞാൻ കരഞ്ഞത് എന്തിനാന്നറിയാമോ? എന്തിനാ? കഴുതകള് കേസ് കൊടുത്താ ചേട്ടൻ ജയിലിൽ പോന്നത് ഓർത്തിട്ടാ. അധികം പതപ്പിക്കല്ലേ എന്റെ കുഞ്ഞു പെങ്ങളെ. ചിഞ്ചു, നിനക്ക് ഐസ് വാട്ടർ വേണോ സർബത്ത് വേണോ? എനിക്ക് ഐസ് വാട്ടർ മതി. ചേട്ടാ, ഒരു ഐസ് വാട്ടർ, ഒരു സർബത്ത്. ടിന്റുമോൻ എന്താ ഐസ് വാട്ടർ വേണ്ടാത്ത? ഓ, നമുക്ക് സർബത്ത് മതി. നീ ഐസ് വാട്ടർ കുടിച്ചോ, എനിക്കതാ സന്തോഷം. എന്തിനാടാ ആ കൊച്ചിനെ പറ്റിക്കുന്നത്? ഇതൊക്കെ എന്തോന്ന് പറ്റിക്കൽ ചേട്ടാ. ശരിയായ പറ്റിക്കല് കാണാനിരിക്കുന്നതല്ലേ ഉള്ളൂ. അതെന്താടാ അങ്ങനെയൊരു പറ്റിക്കൽ? ഇപ്പൊ കാണിച്ചു തരാം. എന്റെ കയ്യിൽ കാശില്ല, പറ്റിച്ചേ പറ്റിച്ചേ.